പാകിസ്ഥാൻ ഈ രാത്രിയിലും അവരുടെ വാക്കുകൾ തെറ്റിച്ചുകൊണ്ട് ചതിപ്രയോഗത്തിലൂടെ ഭാരതത്തിന് നേരെ ഒളി യുദ്ധമാണ് നടത്തുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒളി യുദ്ധമാണ് നടത്തുന്നത്. നേരായ വഴിക്ക് അവർക്ക് ഭാരതത്തോട് ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന് വളരെ പ്രകടമാണ്. ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഭാരതം. പാകിസ്ഥാൻ ഏതാണ്ട് 12ാമത് മാത്രം നിൽക്കുന്ന സൈനിക ശക്തി. അവർ കടം വാങ്ങിയിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളാണ്. അതൊന്നും ഭാരതത്തിന് നേരെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫലപ്രദമാകുന്നുമില്ല. അവർ അവിടെ നിന്ന് തൊടുത്തുവിടുന്ന ഡ്രോണുകളെയൊക്കെ തന്നെ അത് നശിപ്പിക്കാൻ അവിടെ നിന്ന് ഡ്രോണുകൾ പുറപ്പെടുമ്പോൾ തന്നെ ആ ഡ്രോണുകളെ നശിപ്പിക്കുന്ന സംവിധാനം നമുക്കുണ്ട്. അത്ര ആധുനിക യന്ത്ര ഉപകരണങ്ങളാണ് ഭാരതത്തിനുള്ളത്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടരുമെന്ന് ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ജിഷ്ണു കൂടി ചേർന്നു. ജിഷ്ണു, ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ നടത്തുന്ന ഒളി ആക്രമണം, ഈ രാത്രി നടത്തുന്ന അവരുടെ ചതിപ്രയോഗങ്ങൾ ഏതെല്ലാം മേഖലയിലാണ്? നമുക്കറിയാം BSF സൈനിക വിന്യാസത്തിലേക്കാണ് അവരുടെ ഇത്തരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ തുടങ്ങിവെച്ചത്. അതായത് വെടിനിർത്തുന്നു എന്ന് പറഞ്ഞ ശേഷം വീണ്ടും തുടങ്ങിവെച്ചത്. ഇപ്പോൾ അവരുടെ പ്രകോപനങ്ങൾ ഏതെല്ലാം മേഖലയിലാണ്? ഭാരതം ഏത് തരത്തിലാണ് പാകിസ്ഥാനെ ചെറുത്തുകൊണ്ടിരിക്കുന്നത് ജിഷ്ണു? അത് അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് ഇന്ത്യയുടെയും പാകിസ്ഥാനെയും സൈനികർ തമ്മിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് വിനോദ് ചോദിച്ചതുപോലെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാൻ ഭീകരവാദികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിനും ഒപ്പം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉൾപ്പെടെയുള്ള പ്രകോപനത്തിനും അതിശക്തമായിട്ടുള്ള മറുപടി നിയന്ത്രണ രേഖയിൽ തന്നെ ഭാരതം നൽകുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും ഈ സെന്റൻസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, നൌഷാര, അഗ്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിയന്ത്രണ രേഖയിൽ LOCയിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ അഗ്നൂറിലും ഒപ്പം നൌഷാരയിലും ഉൾപ്പെടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. RS-പുരയിലും ഷെല്ലാക്രമണം ഉണ്ടായി. ആ ഷെല്ലാക്രമണത്തിലാണ് RS-പുരയിൽ BSF ജവാൻ വീരമൃത്യു വരിച്ചത്. അതുകൊണ്ട് അത്തരത്തിൽ നിയന്ത്രണ രേഖയിൽ നടത്തിയിട്ടുള്ള പ്രകോപനത്തിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ ഭാരതത്തിന്റെ സൈന്യം നൽകുകയാണ്. ഒപ്പം ഈ ഒരു സാഹചര്യം എന്നുള്ളത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഈ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും പാകിസ്ഥാന്റെ സൈന്യം അത് വളരെ കൃത്യമായി ജമ്മു കാശ്മീരിൽ ഈ സാധാരണ ഇത്തരത്തിലുള്ള പ്രകോപനം നടക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. പാക് സൈന്യം, ചാരസംഘടനയായിട്ടുള്ള ISI, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ഇവർ സംയുക്തമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അതിർത്തി മേഖലകളിൽ നടത്തി വരുന്നത്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം വെടിനിർത്തൽ ധാരണയ്ക്ക് അംഗീകാരം നൽകിയെങ്കിലും സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുമൊപ്പം പാക് സൈന്യവും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ഭാരതത്തിന് മേൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള തീരുമാനമെടുത്തതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ജമ്മു കാശ്മീർ മേഖലയിൽ തുടർച്ചയായിട്ടുള്ള പ്രകോപനം ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തിരിച്ച് ഷെല്ലാക്രമണവും ഒപ്പം ഹെവി ആർട്ടിലറി അറ്റാക്കും ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും അതിർത്തി മേഖലയിൽ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ സൈനിക മേധാവികൾ വ്യക്തമാക്കിയത്, ഒപ്പം വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നു. പ്രകോപനങ്ങൾ ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കും. ഈ ധാരണ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തന്നെ തെറ്റിച്ചതുകൊണ്ട് ആ വാക്ക് പാലിക്കാതെ അതിർത്തി മേഖലയിലും ഒപ്പം നഗ്രോട്ടയിലെ സൈനിക താവളത്തിന് നേരെയും ആക്രമിക്കാനുള്ള ശ്രമം നടന്നതോടുകൂടി വെടിനിർത്തൽ ധാരണ എന്ന കാര്യം ഭാരതവും മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രകോപനങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള മറുപടി നൽകുന്നു. അതിന്റെ ഭാഗമായാണ് അഗ്നൂർ, നൌഷാര, RS-പുര മേഖലകളിൽ നിയന്ത്രണ രേഖയിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ നിയന്ത്രണ രേഖയിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് തിരിച്ച് പാകിസ്ഥാന് അതിശക്തമായിട്ടുള്ള മറുപടി നിലവിൽ നൽകുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നഗ്രോട്ടയിൽ നടന്നിട്ടുള്ളത് നഗ്രോട്ടയിലെ സൈനിക താവളത്തിന് നേരെ ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ടൊരു അക്രമത്തിനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. ഭീകരാക്രമണമാണ് നഗ്രോട്ടയിൽ ഉണ്ടായത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ഭീകരവാദികളാണ്
നഗ്രോട്ടയിൽ സൈനിക താവളം ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിൽ ഒരു ഭീകരനെ വധിച്ചു എന്ന സ്ഥിരീകരണം നേരത്തെ വന്നിരുന്നു. മറ്റൊരു ഭീകരന് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. കൂടാതെ ജമ്മു കശ്മീർ സെക്ടറുകളിലായി 2 മേഖലകളിലുമായി വിവിധ പ്രധാനപ്പെട്ട ഇടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈഷ്ണോദേവി ടെമ്പിൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലേക്ക് ആക്രമണം നടത്താനുള്ള ശ്രമം പാകിസ്ഥാൻ സൈന്യവും ഭീകരവാദികളും ചേർന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ്. പരമാവധി ഇത്തരം അക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഭാരതത്തിന്റെ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം നടത്തിയിട്ടുള്ള അക്രമങ്ങളിൽ ഒന്നുപോലും ഭാരതത്തിന്റെ മണ്ണിനെ സ്പർശിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രമേൽ ശക്തമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഭരണ നേതൃത്വം ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ കരവഴി പാകിസ്ഥാന്റെ റേഞ്ചേഴ്സും ഒപ്പം ഭീകരവാദികളും ചേർന്നുകൊണ്ടാണ് അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയിൽ ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് ശ്രമിച്ചിട്ടുള്ളത്. അതിന് അതിശക്തമായിട്ടുള്ള മറുപടി നൽകുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് രാത്രി ചെയ്തിട്ടുള്ള ഈ പ്രകോപനങ്ങൾ വലിയ രീതിയിൽ ഈ വാക്കിന്റെ മാറ്റം എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ കനത്ത തിരിച്ചടി ഉണ്ടാക്കാൻ ഒപ്പം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് കർശനമായിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിലെടുക്കാനും കാരണമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വളരെ കൃത്യമായ ചർച്ചകളിലൂടെ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുകയും ഇരു രാജ്യങ്ങളുടെയും ഭരണ നേതൃത്വവും സൈന്യവും അത് അംഗീകരിക്കുകയും അത് പൊതുമധ്യത്തിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലൂടെ ഭരണ നേതൃത്വം അറിയിക്കുകയും ചെയ്തതിന് പിറകെയാണ് ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ സൈനിക താവളം ആക്രമിക്കുന്നതിനും നിയന്ത്രണ രേഖയിൽ വെടിയുതിർക്കുന്നതിനും പാകിസ്ഥാൻ സൈന്യം ഭീകരവാദികളെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി അതിർത്തി മേഖലയിൽ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദ്, അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവർ അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തുന്നു. നമ്മുടെ BSF സൈനിക വിന്യാസത്തിന് നേരെയാണ് അവർ ആക്രമണം നടത്തിയത്. നമ്മുടെ ഒരു BSF ജവാന് വീരമൃത്യു ഉണ്ടായി, 7ഓളം പേർക്ക് പരിക്കുമുണ്ട്. പക്ഷേ ഭാരതം കൃത്യമായി അതിനെ ചെറുക്കുന്നുമുണ്ട്. 2 ഭീകരവാദികളെ വധിക്കാൻ സാധിച്ചു. ഭീകരരെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടം തന്നെയാണ് ഭാരതത്തിന് നേരെ പാകിസ്ഥാൻ തുടരുന്നത്, ഈ രാത്രിയിലും തുടരുന്നത് എന്നുള്ളതാണ്. സൈനിക ആക്രമണത്തിന് ഉപരിയായി അവർ ഭീകരവാദികളെയും ഈ ഘട്ടത്തിൽ ഭാരതത്തിന് നേരെ ആക്രമണം നടത്താൻ, പോരാട്ടം നടത്താൻ ഉപയോഗിക്കുന്നു, ചാവേറുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ജിഷ്ണു, ഒരു കാര്യം കൂടി, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ, അതായത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീർ, അതേപോലെ തന്നെ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചില പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ട്, രാത്രിയിൽ ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ നേരത്തെ തീരുമാനമെടുത്തതാണ്. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്നുള്ള പ്രഖ്യാപനം വന്ന ശേഷം നമ്മൾ മുൻകരുതൽ എന്നുള്ള നിലയിൽ ഈ ബ്ലാക്ക് ഔട്ട് തീരുമാനം പിൻവലിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പാകിസ്ഥാനാണ് എതിർപക്ഷത്തുള്ളത് കൊണ്ട് 100% വിശ്വസിക്കാനാവില്ല എന്ന് നമ്മൾക്കും അറിയാം. അതുകൊണ്ട് ഈ ബ്ലാക്ക് ഔട്ട് തീരുമാനം അത് പിൻവലിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലേ ജിഷ്ണുകൃഷ്ണൻ? വിനോദ്, ജമ്മു കാശ്മീർ മേഖലയിൽ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായതോടുകൂടിയാണ് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം സൈനിക തലത്തിൽ കൈക്കൊള്ളുകയും കഴിഞ്ഞ 2 ദിവസങ്ങളിലും അത് പൂർണ്ണമായും നടപ്പാക്കിക്കൊണ്ട് വ്യോമമാർഗമുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണയുണ്ടാവുകയും ഒപ്പം വ്യോമ അതിർത്തിയിൽ പ്രകോപനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തതുകൊണ്ട് 7 മണിക്ക് ശേഷം പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പത്താൻകോട്ടിൽ കൃത്യം 9 മണിയോടുകൂടിയാണ്, 8:55, 9 മണിയോടുകൂടിയാണ് പൂർണ്ണമായും ലൈറ്റ് അണയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ വരികയും പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ആ സമയം എന്നുള്ളത് 8:55 എന്നുള്ളത് 8:30-ക്ക് ശേഷമാണ് നഗ്രോട്ട, നൌഷാര, അഗ്നൂർ തുടങ്ങിയിട്ടുള്ള മേഖലയിൽ പാക് പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി വ്യോമമാർഗം നടത്തുന്ന പ്രകോപനങ്ങളെ അത് തടയുന്നതിനും ഒപ്പം നടത്തുന്ന നീക്കങ്ങൾ, ഗ്രൗണ്ട് തലത്തിൽ നടത്തുന്ന നീക്കങ്ങൾ മറ്റു ഈ ആളുകൾക്ക് അല്ലെങ്കിൽ പാക് സൈന്യത്തിന് തിരിച്ചറിയാതിരിക്കാനുമാണ് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട്
നിലവിൽ മുൻകരുതൽ നടപടികൾ എന്ന രീതിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ഉണ്ടായ പശ്ചാത്തലത്തിൽ പഠാൻകോട്ട് മുതൽ വിവിധ മേഖലകളിൽ അമൃത്സറും കൂടാതെ ജയ്സാൽമീറും കച്ച് മേഖലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ഡ്രില്ല് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ്. പക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് സമാനമായി ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ അത്തരത്തിൽ കാര്യമായി പഠാൻകോട്ട് മുതൽ കച്ച് വരെയുള്ള ഗുജറാത്ത് തീരം വരെയുള്ള അന്താരാഷ്ട്ര അതിർത്തി മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഭരണ നേതൃത്വം ഈ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുമ്പോഴും പാകിസ്ഥാൻ ആർമി അത് അംഗീകരിക്കാതിരിക്കുകയും ഭീകരവാദികളുമായും ഒപ്പം പാശ്ചാത്യ സംഘടനയായിട്ടുള്ള ISIയുമായി ചേർന്നുകൊണ്ടാണ് ഈ പ്രകോപനത്തിന് മുൻകൈയെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ജമ്മു കാശ്മീർ അതിർത്തി മേഖലകളിൽ അത് പെട്ടെന്ന് നടപ്പാക്കാൻ പാകിസ്ഥാന്റെ സൈന്യത്തിനും ഭീകരവാദികൾക്കും സാധിച്ചിട്ടുള്ളത്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ സൈന്യം നടത്തി വരികയാണ്. നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രത. ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായി എങ്കിൽ പോലും പ്രതിരോധ സംവിധാനത്തിലൊരു കുറവും ഒപ്പം യുദ്ധ സമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കൊരു കുറവും കഴിഞ്ഞ മണിക്കൂറുകളിൽ സൈന്യം നടത്തിയിരുന്നില്ല. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയും ഉണ്ടാകും എന്നുള്ള കാര്യം സൈന്യത്തിന് ധാരണയുള്ളതാണ്. ഇന്ന് വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചതും അതാണ്. വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുന്നു, അതിർത്തിയിൽ സമാധാനം പുലരണം, പക്ഷേ ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ പ്രതിരോധ നിര ശക്തമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായപ്പോഴും അതിനെ തടയുന്നതിനും കാര്യക്ഷമമായിട്ടുള്ള തിരിച്ചടി നൽകുന്നതിനും സൈന്യത്തിന് സാധിക്കുന്നത്. വിനോദ്.